നമ്മളിത് ഇവിടെ ഒരു വ്യത്യസ്തമായൊരു ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതായത് കണ്ണാടിപ്പായ എന്ന് പറയും ഇതിന്. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സാർ, ഇത് എന്താ സംഭവം? ഇത് കണ്ണാടിപ്പായ എന്ന് പറയും. ഓക്കെ. ഇത് നെയ്യുന്നത് കേരളത്തിലെ ഗോത്ര ജനവിഭാഗത്തിൽപ്പെട്ട 5 വിഭാഗം ആളുകൾ മാത്രമാണ് ഇത് നെയ്യാറുള്ളത്. അത് ഊരാളി, മന്നാൻ, മുതുവാൻ, കാടാർ, മലയൻ, ഇത്രയും ആളുകളാണ് ഇത് നെയ്യുന്നുള്ളൂ. ഈ കണ്ണാടിപ്പായ എന്ന് പറയുമ്പോൾ വനത്തിലുള്ളതായ ഒരിനം പ്രത്യേക ഓടയിൽ നിന്നാണ് അളികൾ എടുത്തിട്ട് നെയ്യുന്നത്. ഇത് നെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ നെയ്തെടുക്കണം. മാത്രമല്ല അത് നെയ്തെടുക്കുന്നത് വളരെ പ്രാർത്ഥനാ ഭക്തിപരമായ രീതിയിലാണ് നെയ്തെടുക്കുന്നതും കൂടെയാണ്. ഈ കണ്ണാടിപ്പായ എന്ന് പറയുമ്പോൾ ഇത് ഈ ഗോത്ര ജനവിഭാഗത്തിൽപ്പെട്ട പൂർവികന്മാർക്ക് അവർ വനാന്തരങ്ങളിൽ താമസിച്ചിരുന്ന സമയത്ത് അവർക്ക് ഒരു മാന്ത്രിക സിദ്ധി കിട്ടിയിരിക്കുന്നതാണ് ഇങ്ങനൊരു കല. അങ്ങനെയാണ് ഇതിൻ്റെ ഉറവിടം. മാന്ത്രികമായ സിദ്ധി കിട്ടിയിട്ട് വനത്തിലുള്ള ഒരു ഓടയിൽ നിന്നും പ്രത്യേക ഇനം ഒരു ഓടയാണ് ഞൂഞ്ഞുലീറ്റ എന്ന് പറയുന്നൊരു ഓടയിൽ നിന്നാണ് ഇതിൻ്റെ അളികളെടുത്ത് നെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാന്ത്രിക സിദ്ധി കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നതായ ആ കഴിവ് അദ്ദേഹം അത് ആക്കി തീർക്കാൻ നോക്കി. ഓട എടുത്തിട്ട് അതിൻ്റെ അളികളെടുത്തിട്ട് ഇതുപോലെ നെയ്യാനായിട്ട് അവർ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇതേ ഡിസൈനിൽ, അതായത് ഈ ചെറിയ കണ്ണാടിപ്പായ എന്ന് പറയുമ്പോൾ ചെറിയ ചതുരാകൃതിയിലുള്ളതായ ഈ ചതുരാകൃതിയിലുള്ള ഈ കോളമാണ് കണ്ണാടി പോലെ തിളങ്ങുന്ന നല്ല തിളക്കമാണ്. അതിനാണ് ഇതിൻ്റെ നെയ്ത്തും അതിൻ്റെതായിട്ടുള്ള മിനുസങ്ങളും കണ്ടുകൊണ്ടാണ് കണ്ണാടിപ്പായ എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനൊരു സിദ്ധിയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മാന്ത്രികമായ സിദ്ധി കൂടി തന്നെയാണ് അവർ നെയ്ത് പോരുന്നത്. അങ്ങനെ അവർ നെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള കുട്ടികളായിരിക്കുന്ന ആളുകൾ ഇത് കണ്ടുപഠിച്ച് അത് തലമുറകൾക്കായിട്ട് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്നതായ ഒരു പായാണ് ഈ കണ്ണാടിപ്പായ. ഇത് മറ്റു മെഷീൻ വർക്കുകളോ ആയിട്ട് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു പായ നെയ്തെടുക്കണമെങ്കിൽ ഒരാൾക്ക് ഒരു 45 ദിവസത്തോളം വേണ്ടിവരും ഒരു പായ നെയ്തെടുക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെ വളരെ സൂക്ഷ്മതയോടെ കൂടി തന്നെ, വളരെ ക്ഷമാശീലത്തോടു കൂടി തന്നെ കൈകൊണ്ട് ചെയ്തിരിക്കുന്നതായ തൊഴിലാണ് ഈ കണ്ണാടിപ്പായ. കുറച്ചും കൂടെ വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് തന്നെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി തൃശ്ശൂരുള്ളതായ KFRI അവരിതിനകത്ത് നേതൃത്വത്തിലേക്ക് വരികയും ഈ വർക്കക്കാരെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തുകയും ഈ ഞൂഞ്ഞുലീറ്റയെക്കുറിച്ചുള്ളതായ ഒരു റിസർച്ചിങ് നടത്തുകയും ഇത് ഈ ഈറ്റയിൽ നിന്ന് മാത്രമാണ് ഇത് നെയ്യാൻ കഴിയുമെന്നുള്ള റിസർച്ചും കാര്യങ്ങളെല്ലാം നടത്തി കേരളത്തിലെ ഗോത്ര ജനവിഭാഗത്തിൽപ്പെട്ട ഈ 5 ആളുകൾക്കും ഇതിനൊരു ഭൗമസൂചിക പദവിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിനകത്ത് വിശേഷിപ്പിക്കാനുള്ളത്. അപ്പം അങ്ങനെ ലഭിക്കുമ്പോൾ പായയ്ക്ക് നല്ലൊരു ഡിമാൻഡ് സമൂഹത്തിൽ കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഈ ഒരു പായയ്ക്ക് ഒരു 35,000 രൂപയോളം, ഒരു ഫുൾ പായയ്ക്ക് 35,000 രൂപയോളം വില ഇതിന് വരുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് അത് വാങ്ങിക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് ചെയ്യുന്നത് ഇതേ മോഡൽ ഡിസൈനിലാണ് ഇവിടെ ചെറിയ പ്രൊഡക്റ്റുകളൊക്കെ ചെയ്തു പോരുന്നത്. അതേ രീതിയിലുള്ള ഇതേപോലുള്ള പല ഡിസൈനിലുള്ളതായ പ്രൊഡക്റ്റുകളെല്ലാം ചെയ്തു വരാറുണ്ട്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ അതുപോലെ ഇതിൻ്റെ ചെറിയ മുറങ്ങൾ ഇതേ ഡിസൈൻ തന്നെയാണ്, കണ്ണാടിപ്പായുടെ ഡിസൈൻ തന്നെയാണ് ചെയ്തു പോയിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് നിസ്സാരമായ വില നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ ചെറിയ പ്രൊഡക്റ്റുകൾ എല്ലാം ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നെയ്യുന്നതായ നെയ്ത്തുകാർക്ക് അവർക്ക് ഒരു വരുമാന മാർഗം ഇത് എത്തുകയും ചെയ്യും. മാത്രമല്ല ഇത് തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി കൊടുക്കുകയും ചെയ്യും. ഈ ഗോത്ര ജനവിഭാഗത്തിൻ്റെ ആയിട്ടുള്ള ഒരു സമ്പത്തായി തീരുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതാണ് ഈ മെറ്റീരിയൽ എടുക്കുന്നത്. വനാന്തരങ്ങളിൽ അപൂർവ ഇനത്തിൽപ്പെട്ടതായ ഈറ്റയാണ് ഞൂഞ്ഞുലീറ്റ എന്നുള്ളത്. 7 അടി നീളത്തുള്ളതായ ഒരു ഓട എടുത്തിട്ട് അതിൻ്റെ അളികൾ എടുത്തതാണ്. ഇതുകൊണ്ട് ഇതിൻ്റെ ഉൾഭാഗം വളരെ ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ചെറിയ പീസുകൾ എടുത്തിട്ട് ഇതിൻ്റെ അളികളെടുത്ത് ഇതിൻ്റെ ഒരു ഓടയുടെ ഒരു പീസിൽ നിന്ന് 2-3 അളികൾ, പുറം സൈഡിലെ അളികൾ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് വളരെ മിനുസമായിട്ട്
തണലിലിട്ട് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് വളരെ ഒരു ഇളം പച്ച കളറിൽ നിൽക്കും. ഇത് ട്രീറ്റ് ചെയ്താൽ ഹാർഡായി പോകും. അപ്പോൾ വളരെ ഇളം പച്ച കളറുള്ളതായ ആളുകളെടുത്ത് 6 അടി 7 അടി നീളമുള്ള ആളുകളെടുത്ത് കഴിഞ്ഞാൽ ജോയിൻ്റ് ഇല്ലാതെ ഒരു പായയുടെ അത്ര നീളത്തിൽ തന്നെ നെയ്തെടുക്കാൻ കഴിയും. വനാന്തരങ്ങളിലുള്ള അപൂർവത്തിൽപ്പെട്ട ഇനം ഈറ്റയാണിത്. നമ്മൾ എത്ര നാളായി ഈ വർക്ക് തുടങ്ങിയിട്ട്? ഞങ്ങൾ ജനിച്ചപ്പോൾ മുതലുള്ളത് ഈ യുദ്ധയിൽ ചെയ്യുന്നതാണ്. കുലത്തൊഴിൽ പോലെ കൊണ്ടു നടക്കണം. ഞങ്ങളുടെ കാരണന്മാരായിട്ട് മുത്തച്ഛന്മാരുടെ കാലം തൊട്ട് ഇങ്ങനെ തലമുറയായി കൈമാറി വരുന്നതാണ്. അത് ശരി. ഈ കണ്ണാടിപ്പായ. അപ്പം നിങ്ങളുടെ ഫാമിലിയിൽ അമ്മ മാത്രമാണോ അത് ചെയ്യുന്നത്? അല്ല, ഞങ്ങളതിൻ്റെ പുറകിൽ ഒത്തിരി പേരുണ്ട്. എല്ലാവരും ചെയ്യുന്നു. എല്ലാവരും. ഞങ്ങളുടെ സ്ഥലം വന്നിട്ട് ഇടുക്കിയാണ്. ഇടുക്കി, വെൺമണി, കഞ്ഞിക്കുഴി, പാലപ്ലാവ്. ഓ ശരി. അപ്പം നിങ്ങളിത് ഉൾക്കാട്ടിൽ പോയിട്ടാണ് ഈ ഈറ്റ കാര്യങ്ങളൊക്കെ ശേഖരിക്കുന്നത്? അതെ, ഉൾക്കാട്ടിൽ പോയി ഞങ്ങളെ സാറൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഞങ്ങൾ പെണ്ണുങ്ങൾ പോവുകയില്ല, ആണുങ്ങൾ പോയി. ഫോറസ്റ്റിന്റെ പൂർണ്ണ പിന്തുണയും കൂടി ഉണ്ട് ഇതിന്. അവരുടെ അനുവാദം കൊണ്ടാണ്ട് നമുക്കിത് പോയി കളക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, ഫോറസ്റ്റിൽ ഒരാളാണിത്. ഓ ശരി. പറഞ്ഞിരുന്ന ആള്. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇവരുടെ ലൈസൻസോടും കാര്യങ്ങളോടും കൂടിയിട്ടാണ് നമ്മൾ ഫോറസ്റ്റിൽ പോയിട്ട് എടുക്കണം കാര്യങ്ങളൊക്കെ അല്ലേ? അതെ അതെ അതെ. ശരി. നമുക്ക് വിറ്റുവരവൊക്കെ നന്നായിട്ടുണ്ടോ? വിറ്റുവരവ് അത് വിൽക്കാനാണ് ബുദ്ധിമുട്ട് വരുന്നത്. അതെന്താ കാരണം? വില കൂടുതൽ അങ്ങനെയാണ്? വില കൂടുതലായിട്ടുള്ള ഇത് വിറ്റഴിക്കാനുള്ള ഒരു സൗകര്യം ഞങ്ങൾക്ക് എത്തി വരുന്നതേ ഉള്ളൂ. ഈ വ്യാപാരക്കാർ ബന്ധപ്പെട്ട് അതിനൊരു സൗകര്യം ഒരുക്കി കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഓ ശരി. ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് പ്രോബ്ലം ഉണ്ടാകണം. ഉണ്ടാകുവാണെങ്കിൽ ഞങ്ങൾ ഇതുപോലുള്ള തൊഴിലുകൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്കുള്ള ഉപജീവന മാർഗമാകും, ഞങ്ങൾക്കൊരു ശമ്പളവും ആകും. നമുക്ക് ഏകദേശം ഒരു മൊറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും? അതൊരു 300 രൂപയ്ക്ക് കൊടുക്കാം. 300 രൂപയുള്ളൂ. അപ്പോൾ വലിയ ചാർജ് ഒന്നും പറയാനില്ലല്ലോ. ഇല്ല. ചെറിയൊരു ഇതുപോലെ ഒരു പായി നെയ്ത് വെച്ചിരിക്കുന്ന ചെറുതിന് 500 രൂപയാണ്. ഓ ശരി. ചെറിയതിന്. വലുതിന് നമ്മുടെ പായ ഫ്രെയിം പോലെ ചെയ്തേക്കണതിനൊക്കെ എത്ര? അതിന് എത്ര രൂപ ആകുമെന്ന്? അതിന് 10-20,000 രൂപയെങ്കിലും അതിന് വില വരും. ഇതൊക്കെ നമുക്കൊരു മൊറൊക്കെ ചെയ്യണമെങ്കിൽ ഏകദേശം എത്ര സമയം എടുക്കും? അത് 2-3 ദിവസം വേണം. പൊളി ഇതുപോലെ ചെറുതാക്കി എടുക്കണ്ടേ? എല്ലാം ഇങ്ങനെ ചെറുതാക്കി ചീകി എടുക്കണം. ഇങ്ങനെ കത്തിക്ക് ഇങ്ങനെ ചീകി എടുക്കണം. ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ എല്ലാം ഇതുപോലെ നമ്മൾ ഒഴിഞ്ഞ് സെറ്റ് ചെയ്തെടുക്കണം. എടുക്കണം. ഓ ശരി. 2 ദിവസമൊക്കെ എടുക്കും ഒരു മോറം ചെയ്യാൻ. അതെ അതെ അതെ. അപ്പൊ നല്ല പണിയുള്ള വർക്കാണ്. ചെറിയ എമൗണ്ടിനാണ് വിൽക്കണേ. 300 രൂപ എന്ന് പറയുമ്പോൾ വളരെ കുറവല്ലേ 2 ദിവസത്തെ പണിക്ക്? ഇപ്പൊ ഒരു ദിവസത്തെ കൂലിക്ക് പോയാൽ തന്നെ സാധാരണ പെണ്ണുങ്ങൾക്ക് 500-600 കൂലി ഉണ്ട്. അതെ അതെ. നമ്മളിത് ഒരു മുറം നെയ്താൽ നമുക്ക് കിട്ടാൻ 300 രൂപയാണ്. അതിൽ നിന്നൊക്കെ മാറ്റം വരണം. അതെ അതെ. അല്ല, തീർച്ചയായിട്ടും മാറ്റം വരും. എന്താ കാരണം വെച്ചാൽ ഇത് ഇത്രയും പിന്നെ ഇത് പഴയ ഒരു പുതിയൊരു വർക്കല്ലല്ലോ ഇത്. അത്യാവശ്യക്കാർ മാത്രമേ ഇത് മേടിക്കുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിന്. ഇത് ഉപയോഗിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഇതിന്റെ ഗുണം എന്താണെന്ന് അറിയാൻ പറ്റും. അതെ 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 അതെ. ഇത് നമുക്ക് ആവശ്യമൊന്നും വേണ്ട. നമുക്ക് ഇത് കിടന്നുറങ്ങാം. ബെഡൊന്നും വേണ്ട. ഓക്കെ ഓക്കെ. തണുപ്പാണ്. തണുപ്പം. പിന്നെ ചൂടിന്റെ സമയത്ത് ചൂടുമുണ്ട്. അപ്പൊ അതേ സംബന്ധിച്ച് ഈ വലിയ പായ നമ്മളിങ്ങനെ കട്ടിലേക്ക് വിരിച്ച് കിടക്കുന്നു കഴിഞ്ഞാൽ ഈ വാദമൊക്കെ ഉള്ളവർക്കൊക്കെ മാറ്റം വരും. ഓ ശരി. അപ്പൊ മുട്ടിനൊക്കെ വാദമുള്ള അസുഖമുള്ളവരുടെയൊക്കെ മാറ്റം വരും. വേദന കാലുവേദനയൊക്കെ ഉള്ളവർക്കൊക്കെ മാറ്റം വരും. അപ്പൊ നമുക്ക് ഈ പായൊക്കെ ഏകദേശം എത്ര നാൾ ഉപയോഗിക്കാം? അത് നമ്മൾ പ്രത്യേകമായി ഉപയോഗിച്ചോ 2 വർഷം 3 വർഷം 2 വർഷം സുഖമായിട്ട് ഉപയോഗിക്കാം. നമുക്കിപ്പോ ഒരു പുറമെ ഇപ്പൊ നിങ്ങള് ഇടുക്കിയിലാണല്ലോ, ഇടുക്കിന്ന് തൃശ്ശൂർ വന്നിട്ടുണ്ട്. അതെപ്പോഴും പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഒരു ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ഇതൊക്കെ കൊടുക്കാൻ പറ്റും. സാറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഓ ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഞാൻ എന്തായാലും നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയിൽ ഇടാം. എന്തായാലും അമ്മയ്ക്ക് വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ കച്ചവടക്കാര് മേടിക്കാൻ ആൾക്കാരെ കിട്ടട്ടെ. ഓക്കെ. കാരണം നമുക്ക് ഇത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പൊ മേടിക്കേണ്ട ആൾക്കാരിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കച്ചവടം നടക്കും. ഓക്കെ. അപ്പോ നല്ല കച്ചവടം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശരി, തീർച്ചയായിട്ടും. ഓക്കെ.